നമസ്കാരം. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് രാഹുൽ രാവിലെ ആദ്യം എത്തിയത് ആസാമിലാണ്. അവിടെ ആദ്യം വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കണ്ടു. ദുരിതമനുഭവിക്കുന്നവരുടെ പരാതികൾ രാഹുൽ കേട്ടു. മാത്രമല്ല, ആസാമിലെ ചച്രിൽ മണിപ്പൂർ സ്വദേശികൾ കഴിയുന്നുണ്ട്. കാരണം ഈ കലാപത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തോടെ പലായനം ചെയ്ത കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിയുന്ന ക്യാമ്പാണിത്. 2000-ലധികം പേർ അവിടെ കഴിയുന്നുണ്ട്. അവരുമായാണ് രാഹുൽ ഗാന്ധി ആദ്യ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് രാഹുൽ റോഡ് മാർഗത്തിലൂടെ മണിപ്പൂരിലേക്ക് പോയത്. അവിടെ ജിരിബാമിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പിൽ മെയ്തി വിഭാഗമാണ് കഴിയുന്നത്. അവരുമായി അവരുടെ പരാതികൾ രാഹുൽ കേട്ടു. അവരുടെ വേദനകളുടെ സ്വരം രാഹുൽ കേട്ടു. ഏതായാലും സന്ദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇനിയും 2 ഇടങ്ങൾ കൂടി സന്ദർശിക്കും. ചുരാചൽപൂരും മൊയറംഗുമാണ് അദ്ദേഹം പിന്നീട് സന്ദർശിച്ച ഇടങ്ങൾ. ഇന്ന് രാവിലെയും ജിരിബാമിലെ സുരക്ഷാ സേനയ്ക്ക് നേരെ അക്രമികൾ വെടിയുതിർത്തിരുന്നു. വൈകിട്ട് 6 മണിക്ക് ഗവർണർ അനസൂയ ഉയിക്കിനെ അദ്ദേഹം കാണും. ശേഷമായിരിക്കും വാർത്താ സമ്മേളനം. കലാപമുണ്ടായതിനു ശേഷം 3-ാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തുന്നതെങ്കിലും ഇക്കുറി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ്. മോദി റഷ്യൻ സന്ദർശനം നടത്തുന്ന ഈ വേളയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മണിപ്പൂരിലെത്തിയത് വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്.